Hi friends, it's me Shanila. Welcome to my channel Online Class. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുഗമ ഹിന്ദി പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസർ അടക്കം എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട സുഗമ ഹിന്ദി പരീക്ഷയുടെ 2 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ 5, 6, 7, 8 എന്നീ ക്ലാസ്സുകളിലെയൊക്കെ സുഗമ ഹിന്ദി പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ അടക്കം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഏതെങ്കിലും സുഗമ ഹിന്ദി പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നിങ്ങൾക്കറിയാം 2 മണിക്കൂറാണ് സമയം. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ട ആവശ്യമില്ല. ഒരു ചോദ്യം നിങ്ങൾക്ക് ഓപ്ഷനാണ്. അപ്പോൾ ഏറ്റവും അറിയാവുന്ന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പിന്നെ നിങ്ങൾ നല്ലവണ്ണം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഏകദേശം എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പരിശീലിച്ചത് പോലെ തന്നെയാണ്. അതിനും കൂടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ലവണ്ണം ഹിന്ദി വായിച്ച് പഠിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 1, കവിത പഠേ ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. കവിത വായിക്കുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ലാൽ ഗുലാബി നീലെ പീലെ രംഗ് ബിരംഗിയ പ്യാരെ ഫൂലെ. ലാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ തന്നെ ചുവപ്പ് കളറാണ്, റെഡ് കളർ. ഗുലാബി, നീലെ, പീലെ ഇതൊക്കെ എന്താണ്? കളറുകളാണ്, നിറങ്ങളാണ്. രംഗ് ബിരംഗിയ പ്യാരെ ഫൂലെ, പലവിധ നിറമുള്ള മനോഹരമായ പൂക്കൾ. രംഗ് ബിരംഗ് എന്ന് പറഞ്ഞാൽ വൈവിധ്യമായ നിറങ്ങൾ, പല വിധത്തിലുള്ള നിറങ്ങൾ. ഘർ ബാഹർ ഓർ ബാഗ് ബഗീജെ. ഘർ ബാഹർ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ പുറത്തും, ഓർ ബാഗ് ബഗീജെ പൂന്തോട്ടത്തിലും. ഖിലേ ഹുവേ ഹേ ദേക്കോ ഫുൽ, എല്ലാ സ്ഥലത്തും എന്താണ്? പൂവ് വിരിഞ്ഞിരിക്കുകയാണ്. ഖിലേഹെ എന്ന് പറഞ്ഞാൽ വിരിഞ്ഞിരിക്കുക. കോൻ ഹിനെ ദേത്തെ ഖുഷ്ബു, ആരാണിതിന് സുഗന്ധം നൽകുന്നത്? ഖുഷ്ബു, സുഗന്ധം. രംഗ് ഇസ്കോ ദേ ജാത്തെ കോൻ, ഇങ്ങനെ മനോഹരമായിട്ടുള്ള നിറങ്ങളും അതേപോലെ തന്നെ ഇത്രയും സുഗന്ധവും ഇതിന് ആരാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കവിത വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനെ കുറിച്ചാണ്. ഇത് ഫൂലിനെ കുറിച്ചാണ്, പൂവിനെ കുറിച്ചാണല്ലേ. ഫൂലിനെ കുറിച്ചാണ്, പ്യാരെ ഫൂലിനെ കുറിച്ചാണ് ഈ ഒരു കവിത. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കാം. പുഷ്പ് കെ ലിയെ സമാനാർത്ഥി ശബ്ദ കവിതാസെ ചുൻകർ ലിഖെ. പുഷ്പ്, പുഷ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പുഷ്പം. പുഷ്പം എന്ന് പറഞ്ഞാൽ പൂവ്. പൂവ് എന്നർത്ഥം വരുന്ന ഒരു പദം ഈ ഒരു കവിതയിലുണ്ട്. അതേതാന്ന് നമുക്കറിയാലോ, ഫൂൽ അല്ലേ. പുഷ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂൽ. ഓക്കെ, ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞാൽ പുഷ്പം. ഫൽ എന്ന് പറഞ്ഞാലോ ഫ്രൂട്ട്, പഴം. ഓക്കെ, അപ്പോൾ ഫൂൽ. അപ്പോൾ പുഷ്പ് എന്നർത്ഥം വരുന്നത് എന്താണ്? ഫൂൽ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇസ് കവിത ക ആശയ ലിഖെ. ഈ കവിതയുടെ ആശയം എഴുതാനാണ്. അപ്പോൾ നമുക്കറിയാം ഈ കവിതയുടെ ആശയം എന്താണ്? ഇത് പൂവിനെ മനോഹരമായി വർണ്ണിക്കുകയാണല്ലേ. പലതരത്തിലുള്ള പല നിറങ്ങളിലുള്ള വർണ്ണത്തിലുള്ള പൂക്കളുണ്ട്. അത് സുഗന്ധം പരത്തുന്നു. ഇതിന് ആരാണ് ഇത്രയും ഖുഷ്ബുവും അതേപോലെ തന്നെ നിറവും നൽകിയത്? ഇതാണ് ഈ ഒരു കവിതയുടെ ആശയം. കവിതാംശയ്ക്ക് ലിയെ ഉചിത ശീർഷക് ലിഖെ. ഇനി അടുത്ത എന്താണ്? നല്ലൊരു ടൈറ്റിൽ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ടൈറ്റിൽ എന്ത് കൊടുക്കാം? പ്യാരെ ഫൂൽ എന്ന് എഴുതാം അല്ലേ. അതിവിടെ തന്നെ ഉണ്ട്, പ്യാരെ ഫൂൽ എന്ന് ടൈറ്റിൽ കൊടുക്കാം അല്ലേ, പ്യാരെ ഫൂൽ. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കാം. ഓക്കെ, ഈ പങ്ക്തിയാം ഫൂൽ കാ വർണ്ണം കർത്ത ഹെ. ഈ വരികൾ എന്താണ് ചെയ്യുന്നത്? ഫൂൽ, പൂവിൻ്റെ വർണ്ണനയാണ് നടത്തുന്നത്. ഈ പങ്ക്തിയാം ഫൂൽ കാ വർണ്ണൻ കർത്തി ഹെ. ഈ പങ്ക്തിയാം ഫൂൽ കാ വർണ്ണൻ കർത്തി ഹെ. ഇസ് ബഗീചെ മേ ലാൽ പീലെ നീലെ ജൈസെ കൈ ആകർഷക് ഫൂൽ ഹെ. അപ്പോൾ ഈ ഒരു തോട്ടത്തിൽ പല നിറത്തിലുള്ള ഫൂൽ ഉണ്ട്, പൂക്കളുണ്ട്. घर के बाहर और बगीचे में इन फूलों के खिलते हुए देखना कितने मज़ेदार है. വീട്ടിന് പുറത്തും അതേപോലെ തന്നെ പൂന്തോട്ടത്തിലും ഇസ് ഫൂലോങ്കോ ഖിൽത്തെ ഹുയെ, ഈ പൂക്കളെല്ലാം വിരിഞ്ഞു കാണുമ്പോൾ ദേഖിന കിത്തിന മസേദാർ ഹെ, കാണാൻ എന്തൊരു രസമാണ്. മുझे ആശ്ചര്യ ഹെ കി ഹിസ് യഹ് സുന്ദർ രംഗ് और ये खुशबू कौन देता है. ഞാൻ ഇതാരാണ് നൽകിയത്? ഇത്രയും സുന്ദരമായ നിറവും അതേപോലെ തന്നെ മണവും ഇതിന് ആരാണ് നൽകിയത് എന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു.
അപ്പോൾ അത്രയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഇതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ഗതി വിധി ദോ, രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. ഭാഷൺ കാ അംശ പഠേ ഓർ പ്രശ്നോं का उत्तर लिखे. അപ്പോൾ ഇതൊരു ഭാഷണാണ്. ഇതിനെ നമ്മൾ വായിക്കുക, എന്നിട്ട് പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. നമുക്ക് മാനവ് പ്രകൃതിക്ക ശോഷം കർ രഹേ ഹേ. മാനവ് എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യൻ എന്താണ്? പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ अनियंत्रित हस्तक्षेप से पर्यावरण तथा जीव जंतुओं का नाश हो रहा है. മനുഷ്യൻ്റെ ഈ അനിയന്ത്രിതമായ കൈകടത്തലുകൾ മൂലം, അനിയന്ത്രിത ഹസ്തക്ഷേപ് സേ, അനിയന്ത്രിതമായ കൈകടത്തലുകൾ മൂലം പര്യാവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നേച്ചർ, പ്രകൃതിക്ക് എന്താ സംഭവിക്കുന്നത്? തഥാ ജീവ ജന്തുക്ക നാശ ഹോതാ ഹെ. പ്രകൃതിയുടെയും അതേപോലെ ജീവജാലങ്ങളുടെയും നാശം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. पर्यावरण का नाश പ്രകൃതി ദുർഘടന കാ കാരൺ ബനത്താ ഹെ. പിന്നെ പ്രകൃതി നശിക്കാനുള്ള കാരണം എന്താണ്? പ്രകൃതി നശിച്ചാൽ എന്ത് സംഭവിക്കും? പ്രാകൃതിക് ദുർഘടന, പല ദുർഘടനകളും വിപത്തുകളും ഇവിടെ ഉണ്ടാകുന്നു. प्राकृतिक संसाधनों पर अनियंत्रित हस्तक्षेप करने से मानव दूर रहे. അപ്പോൾ ഇത്തരം കൈകടത്തലുകളിൽ നിന്ന് മനുഷ്യന് അകലം പാലിച്ച് നിൽക്കണം. ഓക്കെ, കുറച്ച് കടുകട്ടിയുള്ള വേർഡ്സൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കണം. മാനവ് പ്രകൃതി കാ ശോഷം കർ രഹാ ഹെ. ഇസ് അനിയന്ത്രിത ഹസ്തക്ഷേപ സെ पर्यावरण तथा जीव जंतुओं का नाश हो रहा है. पर्यावरण का नाश प्राकृतिक दुर्घटनाओं का कारण बनाता है. प्राकृतिक संसाधनों पर अनियंत्रित हस्तक्षेप करने से मानव दूर रहे. ഇത്രയാണ്. അപ്പോൾ 2 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ നമുക്ക് पर्यावरण संरक्षण संबंधी संदेश जोड़कर പോസ്റ്റർ തയ്യാറാക്കണം. അപ്പോൾ പോസ്റ്റർ എല്ലാത്തിലും മസ്റ്റാണ്. ഏതെങ്കിലും ഒരു വിധത്തിലുള്ള പോസ്റ്റർ ചോദിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചോദ്യപേപ്പറിൽ ഒരു പോസ്റ്റർ ഉണ്ടായിരിക്കുന്നതാണ്. പര്യാവരണ സംരക്ഷണ സംബന്ധി അതിൻ്റെ ഒരു സന്ദേശമുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. രണ്ടാമത്തെ ചോദ്യം കാ നാശ പ്രാകൃതിക് ദുർഘടനാ കാരൺ ബനത്താ ഹെ. അപ്പോൾ ഇവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഇവിടെ ഇത് അതേപോലെ തന്നെ ഉണ്ടല്ലേ, पर्यावरण का नाश. അപ്പോൾ അവിടെ നമ്മളിവിടെ എന്തെന്ത് പര്യാവരൺ എന്ന് ഇവിടെ എഴുതുക. पर्यावरण का नाश പ്രാകൃതി, അതേപോലെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങോട്ട് എഴുതുകയേ വേണ്ടു. ഇനി നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ ഒരു സന്ദേശം എഴുതണം. पर्यावरण की रक्षा धरती की सुरक्षा. पर्यावरण की रक्षा धरती की सुरക്ഷ 5 ജൂൺ വിശ്വ പര്യാവരണ ദിവസം എന്നിട്ടൊരു മരങ്ങളുടെയൊക്കെ ചിത്രം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ 2 ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ബാരിഷിൻ്റെ ഒരു പദസൂര്യനാണ്. താൽ തലയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? താൽ തലയ്യ എന്ന് പറഞ്ഞാൽ കുളങ്ങൾ. മോർ, മയിൽ, ഹരാധാൻ, മേഠക്, ബാദൽ, ഖേത്ത്. ഇങ്ങനെ ബാരിഷുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പദസൂര്യനിൽ നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. പദസൂര്യക്ക് ആധാർ പർ പങ്ക്തിയൊക്കെ ജോഡെ. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് കുറച്ച് വരികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 2 വരി അവിടെ കൊടുത്തിട്ടുണ്ട്. ബാരിഷ് കാ മൗസം ഹേ ആയ ഹം ബച്ചോं को मन बया. അപ്പം നിങ്ങൾ ബാക്കിയൊരു 4 വരികൾ നിങ്ങൾ എഴുതണം. ഖേത്തോമേ തും ബർസോ പാനി താൽ തലയ്യ ബർലോ റാണി ധർത്തി കെ സബി ജീവ് ജന്തു ഖുഷി സെ ചൂമനെ ലഗ്തേ. അങ്ങനെ എന്തെങ്കിലും വരികൾ ബാരിഷുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഈ പങ്ക്തിയും കിസ്കെ ബാരേമേ ഹേ. അപ്പോൾ ഈ ഒരു വരികൾ എന്തിനെ പറ്റിയിട്ടാണ്? നമുക്കറിയാം ഇവിടെ ബാരിഷിനെ പറ്റിയിട്ടാണ് എല്ലാം തന്നതല്ലേ. ചോദ്യം തന്നെ ബാരിഷിനെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താൽ ബാരിഷ്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്? ബാരിഷ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അപ്പം നമ്മൾ 3 ആക്ടിവിറ്റീസ് കഴിഞ്ഞ് 4ാമത്തെ ആക്ടിവിറ്റി നോക്കുക. ഒരു ചിത്രകഥയാണല്ലേ. അപ്പോൾ ഒരാളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ബഡി പ്യാസ് ലഗി ഹെ, വളരെ ദാഹിക്കുന്നു. ലഡ്ക്കീനെ ബൂഡേക്കോ പാനി ദിയ. അപ്പം വെള്ളം കൊടുത്തു. മുർജായ പൗധോകോ ബൂഡേനെ പഹലെ പാനി ദിയ. ആദ്യം ഈ ഉണങ്ങിയ ചെടിക്കാണ് വെള്ളം കൊടുത്തത്. ബൂഡേനെ പാനി പിന്നെയാണ് അദ്ദേഹം കുടിച്ചത്. ഓക്കെ,
ലഡ്കി ഓർ ബുഡയ്ക്ക് ബീച്ച് കാ വാർത്താലാപ് കരെ. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. രണ്ടാമത്തെ ചോദ്യം ചിത്രകഥാ സെ ക്യാ സന്ദേശം മിൽത്താ ഹെ. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത്? ഓക്കെ, അപ്പോൾ ആദ്യം ലഡ്കി എന്താ ചോദിച്ചിട്ടുണ്ടാവുക, ഏസയ്ക്കും ബൈറ്റാ ഹെ, എങ്ങനെ എന്താ ഇരിക്കുന്നത്? അപ്പോൾ ഇവിടെ മേരി ബേട്ടി പ്യാസി ഹെ, എൻ്റെ മകളെ എനിക്ക് ദാഹിക്കുന്നു. അപ്പം ലഡ്കി മേ പാനി ദൂങ്ക, ഞാൻ പാനി തരാം. മേ പാനി ദൂങ്ക. ഓക്കെ, മേ പാനി ദൂങ്ക. ബഹുത്ത് ബഹുത്ത് ധന്യവാദ. അപ്പോൾ ബൂഡ എന്ന് പറയും? ബഹുത്ത് ബഹുത്ത് ധന്യവാദ്, വളരെയധികം നന്ദി മകളെ. ലഡ്കി ആപ്പ് പൗധക്കോ പാനിക്കോ ദേ രഹി ഹെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത്? ഊട്ട മേരി തര പ്യാസ ഹോക, എന്നെപ്പോലെ അതും ദാഹിക്കുന്നുണ്ടാവും ലഡ്കി. മുജെ ബഹുത്ത് കുച്ച് സിക്കായ, താങ്കൾ എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. അപ്പം അങ്ങനെ നമുക്ക് കോൺവെർസേഷൻ എഴുതാം. പിന്നെ എന്താണ് ചിത്രകഥാസ്യം സന്ദേശ് മിൽത്താ ഹെ, എന്ത് സന്ദേശമാണ് ഇത് നൽകുന്നത്? എന്താണ്? പേട് പൗധോക്കോ ബി ജീവൻ ഹെ, പേട് പൗധയ്ക്ക് ചെടികൾക്കും മരങ്ങൾക്കും എന്തുണ്ട്? ജീവനുണ്ട്. ഉസേ പരിപാലനം കാരണം ഹമാര കർത്ത, അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അത് നമ്മുടെ ചുമതലയാണ്. പേട് പൗധോക്കോ ബി ജീവൻ ഹെ, ഉസേ പരിപാലനം കാരണം ഹമാര കർത്തവ്യ ഹെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? एक्टिविटी 5 भारत त्योहारों का देश भाषाओं के विविधता में एकता कई राज्य कलाओं की रंगोली. ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നതല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, ബിന്ദുവൊക്കെ ആധാർ പർ ലഘുലേക്ക് ലിഖേ. ഈ ബിന്ദു എന്ന് പറഞ്ഞ സൂചനകൾ, ഈ ക്ലൂസ് ഉപയോഗിച്ച്, ഈ ഹിൻസ് ഉപയോഗിച്ച് നിങ്ങളൊരു ലഘു വിവരണം തയ്യാറാക്കാനാണ്. പിന്നെ അതുപോലെ ലേഖേ ലിയ ഉചിത ശീർഷക് ലിഖം, അതിനൊരു നല്ലൊരു ശീർഷക് ടൈറ്റിലും നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമുക്ക് ടൈറ്റിൽ എന്ത് കൊടുക്കാം? ഭാരത് സൻസാർ കാ താസ് എന്ന് കൊടുക്കാം. ഭാരത് സൻസാർ കാ താസ് എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അതിവിടെ എഴുതാം. ടൈറ്റിൽ ആദ്യം കൊടുക്കുക. അതായത് ഭാരതം ലോകത്തിൻ്റെ എന്താണ്? കിരീടമാണ്. ഓക്കെ, ഭാരത് സൻസാർ കാ താസ് ഹെ. ഭാരത് കെ ബദൽത്തെ മൗസം, ഭാരതത്തിൻ്റെ മാറി മാറി വരുന്ന കാലാവസ്ഥ. മൗസം എന്ന് പറഞ്ഞാൽ എന്താ? കാലാവസ്ഥ. ബദലത്തെ എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന. അപ്പം ഭാരത്ക്ക് ബദലത്തെ മൗസം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ മാറി മാറി വരുന്ന കാലാവസ്ഥ. ഇപ്പം ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. സംസ്കൃതി, അതേപോലെ സംസ്കാരം, ഭൗഗോളിക് ഝലക്, ഭൂമിശാസ്ത്രപരമായ ദൃശ്യങ്ങൾ, ആദ് ഇസ് താസ് മേ ജഡേ ഹീരേ ഹെ, ഇവയെല്ലാം ഈ കിരീടത്തിലെ രത്നങ്ങളാണ്. താസ് എന്ന് പറഞ്ഞാൽ എന്താ? കിരീടം. ജഡേ ഹീര എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തുകളാണ്. ഓക്കെ, പർവ്വത്, എന്തൊക്കെ ഇവിടെ ഉണ്ട്? പർവ്വതമുണ്ട്, നദിയുണ്ട്, ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താ? മഴ. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ. എന്തൊക്കെ ഇവിടെയുള്ള? പർവ്വത്, നദി, ബാരിഷ്, ഖേത്ത്. ആദി ഭാരത്ക്ക് അപ്പിനി പ്രമുഖ വിശേഷതയായ ഹെ, ഇതെല്ലാം ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാണ്. അപ്പം നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെയുണ്ട്? पर्वत नदी बारिश खेत आदि भारत की अपनी प्रमुख विशेषताएं हैं. अनेकता में एकता എന്താണ്? നാനാത്വത്തിൽ ഏകത്വം ഭാരതീയ സംസ്കൃതിക്ക് വിശേഷത ഹെ. ഭാരതത്തിൻ്റെ ഒരു സവിശേഷത എന്താണ്? നാനാത്വത്തിൽ ഏകത്വം. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പല വിധത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, പല വിധത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, പല വിധത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നവരുണ്ട്, പല സംസ്കാര രീതി പിന്തുടരുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നാണ്, ഭാരതീയനാണ്. ഓക്കെ, ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം. ഓക്കെ, വേഷ്ഭൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ആടയാഭരണങ്ങൾ, നമ്മുടെ ഡ്രസ്സിങ്. രഹൻ സഹൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിത രീതി. ആദി സബി അലഗ് അലഗ് ഹോനെ പർ, എല്ലാം വ്യത്യസ്തമാണ്. സബി അലഗ് അലഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഹോനെ പർ ബി സബ് ഭാരതവാസി ഏക് കെ സാത്ത് രഹത്തെ ഹെ, എന്നിരുന്നാലും എല്ലാവരും ഐക്യത്തോടെ ജീവിക്കുന്നു. ഇസ്ലിയെ മുഹമ്മദ് ഇക്ബാലിനെ കഹ സാരെ ജഹാൻ സെ ഹച്ച ഹിന്ദോ സിത്ത ഹമാര, അതുകൊണ്ടാണ് നമ്മുടെ മുഹമ്മദ് ഇക്ബാൽ എന്ന കവി പറഞ്ഞത് ലോകത്തെ ഏറ്റവും നല്ലത് നമ്മുടെ ഭാരതമാണെന്നാണ്. അപ്പം നമ്മൾ ഇതൊന്ന് നല്ലവണ്ണം പഠിച്ചു വെക്കുക. ഹെഡിങ് ആയിട്ട് നമുക്ക് ഭാരത് സംസാർ കാ താസ് എന്ന് പറഞ്ഞാൽ കിരീടം. ഒക്കെ ഒന്നുകൂടി വായിച്ചു നോക്കാം.
भारत के बदलते मौसम, संस्कृति, भौगोलिक झलक आदि इस ताज में बड़े जीरे हैं। पर्वत, नदी, बारिश, खेत आदि भारत की अपनी प्रमुख विशेषताएं हैं। अनेकता में एकता भारतीय संस्कृति की विशेषता है। भाषा, धर्म, वेशभूषा, रहन सहन आदि सभी अलग अलग होने पर भी सब भारतवासी एक साथ के साथ रहते हैं, एकता के साथ रहते हैं। इसलिए मोहम्मद इकबाल ने कहा, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദോസിത്ത ഹമാര. അപ്പം നമ്മൾ 5 ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട വീഡിയോ 2 നമ്മൾ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു.